കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് എനിക്ക് സഫയുടെയും അതോടെ തന്നെ ലല്ലുവിൻ്റെ ഒരു ഇഷ്യൂ. ഇതേ സമയത്തുണ്ടെങ്കിൽ ഇതിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ചെന്ന് മെഗനാസിനെ കളിയാക്കുന്നുണ്ട്. അതോടെ തന്നെ ഒരുപാട് പേര് ഇത് എനിക്ക് സഫയുടെയൊക്കെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ ഇതെനിക്ക് കമൻറ്റ് ഒക്കെ പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ മെഗനാസിനെ ഒരുപാട് കളിയാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മെഗനാസ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വലിയ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ എൻ്റെ പേരിൽ ഇതേ കണക്കുണ്ടെങ്കിൽ വന്ന് സഫയുടെ പേരും പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് മെഗനാസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്, അതൊക്കെ വേറൊരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ തനിക്ക് ഇതിനെപ്പറ്റി ഇനി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. സഭയെക്കുറിച്ച് വേറെ ആൾക്കാർ ഇനി തൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല, ഞങ്ങളിപ്പോൾ വേർപിരിഞ്ഞേക്കുവാണ്, അത് വേറൊരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്, എൻ്റെ പേരിലോട്ട് ഇതേ കണക്ക് ഒന്ന് കളിയാക്കേണ്ട കാര്യമില്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇതേ കണക്കുള്ള കാര്യങ്ങളൊന്നും വെളിയിൽ വരികയോ അല്ലെങ്കിൽ ആൾക്കാരെ ഒന്ന് കളിയാക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇതൊന്നും ഇതേ കണക്ക് വീഡിയോ ആയിട്ട് ചെയ്യുകയോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വെളിയിൽ വരാതിരുന്നിരുന്നെങ്കിൽ ഇതുകൊണ്ടെങ്കിൽ ഫാമിലി മാറ്ററായിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവരെല്ലാ കാര്യങ്ങളും ഇതേ കണക്ക് സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന ആൾക്കാർ കളിയാക്കുകയോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ അതൊരു ഒരിക്കലും മാറത്തില്ല, അത് അങ്ങനെ തന്നെ അവിടെ തന്നെ കണ്ടിരിക്കും.